പൊളിറ്റിക്കൽ ഡ്രാമ അതാണ് നിയമസഭ ഇന്ന് കണ്ടത്. ഡ്രാമയുടെ സംവിധായകന് ഒരേ ഒരു നിബന്ധന മാത്രമാണ് ഉണ്ടായിരുന്നത്. താനാണ് സംവിധായകനെന്ന് നാട്ടുകാർക്ക് തോന്നരുത്. ഡ്രാമയിലെ നായകന് എതിരാണ് താനെന്ന് സംവിധായകൻ 2-3 ദിവസമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ മാധ്യമങ്ങളുടെ മൈക്കുകൾ കണ്ടാലും അത് മറക്കാതെ പറയുകയും ചെയ്തു. നായകൻ്റെയും കൂട്ടുകാരൻ്റെയും സൈബർ സംഘങ്ങൾ സംവിധായകനെ ഊടുപാട് ചീത്ത വിളിച്ചപ്പോൾ നാട്ടുകാർ ഉറപ്പിച്ചു, സഭാനാടകത്തിലെ നായകനായ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ കടുത്ത നിലപാടെടുക്കുന്നയാളാണ് നമ്മുടെ സംവിധായകൻ വി.ഡി. സതീശൻ. പാർട്ടി നടപടിയെ തുടർന്ന് വീടിന് വെളിയിൽ ഇറങ്ങാതിരുന്ന പാലക്കാട് എം.എൽ.എ ആഴ്ചകൾക്ക് ശേഷം വന്നത് നേരെ നിയമസഭയിലേക്കാണ്. അതും ആദ്യ ദിനം തന്നെ. സഭയിലെത്തിയ രാഹുൽ പറഞ്ഞതുകൂടി ശ്രദ്ധിക്കണം. നേതാക്കളെ ധിക്കരിച്ചിട്ടില്ല എന്നുവെച്ചാൽ സഭയിലേക്ക് രാഹുൽ വന്നതിൽ പ്രതിപക്ഷ നേതാവിന് എതിർപ്പില്ലെന്നും സമ്മതമാണെന്നുമല്ലേ. എന്നിട്ടും ചില മാധ്യമങ്ങൾ ഇന്നു പകലും ഇപ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചോ? വി.ഡി. സതീശൻ്റെ നിർദ്ദേശം തള്ളി രാഹുൽ സഭയിൽ. എന്ത് എതിർപ്പെന്നാണ് പറയുന്നത്? രാഹുൽ സഭയിൽ വരുന്നതിൽ പരസ്യമായി വി.ഡി. സതീശൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് വ്യക്തമായി ഇന്നലെ തന്നെ പറഞ്ഞതാണ്. രാഹുലിന് വേണമെങ്കിൽ സഭയിൽ വരാം. സണ്ണി ജോസഫ് പറഞ്ഞത് ഇന്ന് തൃശ്ശൂരിൽ ഓർമ്മിപ്പിച്ചത് ആരാണെന്നറിയാമോ? ഷാഫി പറമ്പിൽ. ഇതാണ് പൊളിറ്റിക്കൽ ഡ്രാമ. വി.ഡി. സതീശൻ എതിർക്കുന്നു, ധിക്കരിച്ച് രാഹുൽ സഭയിൽ വരുന്നു. നാളെ മുതൽ സഭാ ചൂടിലേക്ക് എല്ലാവരും പോകുമ്പോൾ ഇത് മെല്ലെ കെട്ടടങ്ങുമെന്ന ആത്മവിശ്വാസമാകാം സഭയിലെ ഡ്രാമയുടെ സംവിധായകൻ വി.ഡി. സതീശന്. ഇത്തരം ഒത്തുകളികൾ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് നന്നായി മനസ്സിലാവും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കെ.വി. സുമേഷ് എം.എൽ.എ CPIM, അഡ്വക്കേറ്റ് ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, കോൺഗ്രസ് സഹയാത്രികൻ ബി. റജി. ആദ്യം എം.എൽ.എ ശ്രീ കെ.വി. സുമേഷിലേക്കാണ്. ശ്രീ സുമേഷ്, ഇന്ന് സഭയിൽ കണ്ടത് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇന്നിപ്പോൾ VS-നും മറ്റും ആദരവർപ്പിച്ച അനുസ്മരണവും ഒക്കെയായി ഇങ്ങനെ സഭ പോകുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരുന്നത്. അതിന് കോട്ടയം കുഞ്ഞച്ചനിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് പോലെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് എം.എൽ.എ ബോർഡ് ഇല്ലാത്തൊരു ഇന്നോവയിൽ അദ്ദേഹം വരുന്നു, നേരെ സഭയിലേക്ക് വരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? അത് കഴിഞ്ഞ് എന്തോ ഒരു കുറിപ്പ് അദ്ദേഹത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. ഉടൻ തന്നെ നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എം.എൽ.എ ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ഇന്ന് കണ്ടു. സഭയിൽ കണ്ടതിനെക്കുറിച്ച് എം.എൽ.എ എന്തു പറയും? ബഹുമാനപ്പെട്ട ശരത്ത്, വളരെ ആസൂത്രിതമായൊരു നാടകമാണ് ഇന്ന് നിയമസഭയ്ക്കകത്ത് ഈ ശ്രീ രാഹുലിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. നമുക്ക് രാവിലെ മുതലേ നമ്മളെല്ലാം കേട്ട വാർത്ത പിന്നെ അദ്ദേഹം വരുന്നില്ല, പങ്കെടുക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകളാണ് പൊതുവിൽ വന്നിട്ടുണ്ടായിരുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്നു കോൺഗ്രസ് പാർട്ടിയും രാഹുലും. രണ്ട്, വളരെ സമർത്ഥമായി ജനങ്ങളെ പറ്റിക്കുന്നു. ഒരു നാടകം അരങ്ങേറി. സ്പീക്കർ ബഹുമാനപ്പെട്ട അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS-ൻ്റെ, അതോടൊപ്പം തന്നെ ഇവിടെ വാഴൂർ സോമൻ MLA, അതോടൊപ്പം തന്നെ PP തങ്കച്ചൻ, ഇവരുടെ ഏതാണ് സ്പീക്കർ 9:20 വളരെ കാൽക്കുലേറ്റ് 9:20 അദ്ദേഹം സഭയിൽ വരുന്നത്. സഭയിൽ വരുന്നു, അദ്ദേഹം അവിടെ ഇരിക്കുന്നു. കറക്റ്റ് അവസാനത്തെ 3 പേര് കക്ഷി നേതാക്കന്മാർ സംസാരിക്കുന്നതിന് മുന്നേ അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നു. അതിനിടയിൽ 1-2 പേര് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്തോ ഒരു കടലാസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇത് കാണിക്കുന്നത് വളരെ സമർത്ഥമായിട്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് കോൺഗ്രസ്. രാഹുലിൻ്റെ വിഷയം അസാധാരണമായൊരു സംഭവമാണ്. സമീപകാല കേരള രാഷ്ട്രീയത്തിലെ അതിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിലെ വളരെ നമുക്ക് ഒരു അരാജക സ്വഭാവമുള്ള അങ്ങേയറ്റം വൃത്തികെട്ട നിലയിലുള്ള ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. നമുക്ക് കേരളത്തിൻ്റെ ഒരു മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ സാംസ്കാരിക സമ്പന്നമായൊരു ജീവിത അന്തരീക്ഷമുണ്ട്. കുടുംബങ്ങളായിട്ട് താമസിക്കുന്നവരാണ്. പൊതുപ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മര്യാദകളുണ്ട്, അതിൻ്റെ രീതികളുണ്ട്. നാം ഈ കേരളത്തിൽ കണ്ടൊരു കാര്യം എന്താ? കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവന എത്രമാത്രം ശക്തമായിരുന്നു. എന്തിനാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? ബഹുമാനപ്പെട്ട ശരത്ത് ഇവിടെ പറഞ്ഞ പോലെ KPCC പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവനയിൽ ഇടയിൽ KPCC പ്രസിഡന്റ് MM ഹസൻ തുടങ്ങിയ നേതാക്കന്മാർ എത്ര ശക്തമായിട്ടാണ് ന്യായീകരിച്ച് രംഗത്ത് വന്നത്. ഷാഫി പറമ്പലിൻ്റെ ഇന്നത്തെ തൃശ്ശൂരിലെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആലോചനയുടെ ഒരാഴം വളരെ കറക്റ്റായിട്ട് വ്യക്തമാക്കുകയല്ലേ. എന്ന് പറഞ്ഞാൽ രാഹുലിനെ തള്ളാൻ ഇവർ സന്നദ്ധരല്ല.
മുൻ KPCC പ്രസിഡൻ്റായ മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇവരെ ആദ്യം അനൗൺസ് ചെയ്തത് സസ്പെൻഡ് ചെയ്തു, രാഹുൽ കോൺഗ്രസ് അംഗമല്ല, കോൺഗ്രസ്സായിട്ട് ബന്ധമില്ല, അദ്ദേഹത്തിന് ഞങ്ങൾ കർശനമായ നടപടിയെടുക്കും. പ്രതിപക്ഷ നേതാവ് തന്നെ അദ്ദേഹത്തിന് തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് പരാതികൾ ലഭ്യമായിട്ടുണ്ടെന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള കാര്യമുണ്ടായിരുന്നിട്ടും അങ്ങേയറ്റം മോശമായ പെരുമാറ്റം നിരവധി പേരോടുണ്ടായി എന്ന് പറയുന്നു. ഒരു ജനപ്രതിനിധിക്ക്, ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് ഒരു കാരണവശാലും സമൂഹത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു. ഇന്നിപ്പോൾ ചാനലുകാർ തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെതാണോ വോയിസ്, അദ്ദേഹത്തിൻ്റെതാണോ ഈ ടെലിഫോൺ സംഭാഷണത്തിലെ വോയിസ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നത് നമ്മളെല്ലാം കേട്ട കാര്യമല്ലേ. എത്രമാത്രം ക്രൂരമായിട്ടാണ്, എത്രമാത്രം മോശമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റി ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ വളരെ സമർത്ഥമായി സഭയിലെത്തിച്ചു. ആര്? പ്രതിപക്ഷ നേതാവ് എതിരാണെന്ന് പറയുന്നത് അതൊരു ഗിമ്മിക്കാണ്. അദ്ദേഹത്തിൻ്റെ കൂടി പിന്തുണ ഇല്ലാതെ എങ്ങനെയാണ് സഭാ കക്ഷി നേതാവായ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ അനുമതി അംഗീകാരം ഇല്ലാതെ എങ്ങനെയാണ് അദ്ദേഹത്തിന് സഭയിൽ വരാൻ പറ്റുക? അങ്ങനെ ഒരാൾക്ക് സഭയിൽ വരാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കുകയാണ്. കോൺഗ്രസ് ഈ തെറ്റായ രീതിയെ സംരക്ഷിക്കുന്നു, രാഹുലിനെ സംരക്ഷിക്കുന്നു, രാഹുലിന് വരാൻ വേണ്ടി വളരെ കറക്റ്റായിട്ടുള്ള നാടകം ഒരുക്കുന്നു. കാരണം എന്താ വെച്ചാൽ സഭയിൽ അനുശോചന പ്രമേയം അതിൻ്റെ ഭാഗമായിട്ടുള്ള സംസാരമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കറിയാം അവിടെ വന്ന് രക്ഷപ്പെട്ടു പോവുക, അവസാനിക്കുന്നതിന് പോവുകയും ചെയ്യുന്നു. വളരെ വളരെ കറക്റ്റായിട്ട് അവർ തയ്യാറാക്കിയ ഒരു നാടകത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതല്ലേ. ബഹുമാനപ്പെട്ട ശരത്ത്, ഇന്ന് സഭയിൽ അരങ്ങേറിയത് അങ്ങേയറ്റം കോൺഗ്രസ് ആസൂത്രണം ചെയ്ത, KPCC ആസൂത്രണം ചെയ്ത വളരെ സമർത്ഥമായ ഒരു നാടകത്തിൻ്റെ ഭാഗമാണ് നമ്മളിന്ന് കണ്ടത്. രാഹുലിനെ സഭയിലെത്തിച്ചത് ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ആ കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഭ്രൂണഹത്യയ്ക്ക് ഒരു പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്നു. അന്നത്തെ ആ ഫോൺ സംഭാഷണത്തിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ ഒരു പെൺകുട്ടികൾ വളരുന്ന വീട്ടിലെ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക എത്രമാത്രം ഭീതിജനകമാണ്. ഇത് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLAയുടെ ഭാഗത്തു നിന്നാണ്. യൂത്ത് കോൺഗ്രസിനെ പോലെ മഹത്തായ ഒരു പ്രസ്ഥാനം, യൂത്ത് കോൺഗ്രസ് ആകെ മോശമാണെന്ന് ഞങ്ങൾ പറയില്ല, യൂത്ത് കോൺഗ്രസിനെ പോലൊരു വലിയ പ്രസ്ഥാനം, ആ വലിയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരുന്നിരിക്കുന്നത്. അതിനെ മാറ്റി നിർത്താൻ, കർശനമായ നടപടി സ്വീകരിക്കാൻ, ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തം കോൺഗ്രസിനില്ലേ? ആ കോൺഗ്രസ് ആ ഉത്തരവാദിത്തം നിർവഹിക്കണ്ടേ? മാത്രമല്ല, വേണമെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് നിങ്ങളെ അങ്ങ് കൊന്നുകളയാന്നാണ് പറയുന്നത്. 2 സെക്കൻഡ് വേണേൽ എനിക്ക് നിങ്ങളെ കൊല്ലാലോ എന്ന് ഒരു പെൺകുട്ടിയോട് വേദന അനുഭവിക്കുന്ന, അതിൻ്റെ ഭാഗമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന, വ്യഥ അനുഭവിക്കുന്ന ആ കുട്ടിയുടെ നമ്മളെല്ലാം കേട്ടത് ശരിയാണെങ്കിൽ എത്രമാത്രം അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ കുട്ടിയോട് പറയാണ്, ഇങ്ങനെയുള്ള ഒരാളെ സംരക്ഷിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ എത്തിക്കുക എന്നത് ഈ കേരളത്തോടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിത രീതികളോടും കോൺഗ്രസ് കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റത്തെ തെറ്റായ അപകടകരമായൊരു രീതിയാണ് ഇന്ന് നാം കേരളത്തിൻ്റെ നിയമസഭയിൽ കണ്ടത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനൊരു നാടകം കളിച്ച് ഇങ്ങനൊരാളെ നിയമസഭയിൽ എത്തിക്കാൻ ആസൂത്രിതമായി നടപ്പിലാക്കിയൊരു പ്ലാൻ, ആ പ്ലാനിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുണ്ട്, ആ പ്ലാനിൽ KPCC പ്രസിഡൻറ്റിന് പങ്കുണ്ട്, കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാരിൽ പലർക്കും പങ്കുണ്ട്. എന്നിട്ട് ഒരു വാർത്ത അങ്ങ് ചമക്കുകയാണ്. ആ വാർത്ത പറയുന്നത് എന്താ? പ്രതിപക്ഷ നേതാവിന് നീരസമുണ്ട്, പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല, പ്രതിപക്ഷ നേതാവ് ഇതിനോട് പ്രതികരിക്കുന്നില്ല. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇവർ തമ്മിൽ ഉള്ള ഈ വിഷയത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു നിലപാട് സ്വീകരിച്ച് തൽക്കാലം നിയമസഭയുടെ സമ്മേളനം തുടങ്ങുന്നു, ഇന്നങ്ങ് കയറിക്കഴിഞ്ഞ് ഇതെല്ലാം ആളുകളങ്ങ് മറന്നുപോയിക്കോളും. അങ്ങനെ ആ വഴിയിലൂടെ രാഹുലിനെ കൊണ്ടുപോവാം എന്ന ഒരു നാടകമാണ് ഇന്ന് കേരള നിയമസഭയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീ B. റജിയിലേക്ക്. ശ്രീ റജി, ഇന്നിപ്പോൾ സഭയ്ക്ക് പുറത്ത്, സഭയ്ക്കുള്ള അകത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഇത്രയും MLA പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം ചേർക്കാനുള്ളത്, സഭയ്ക്ക് പുറത്ത് ഇന്ന് K. മുരളീധരൻ ഇതേക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ നടപടിയോടുകൂടി സസ്പെൻഷനാണ്, പുറത്താക്കിയതല്ല, എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ലാതായി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അയാൾ സഭയിൽ വരുന്നോ വരാതിരിക്കുന്നോ എന്നത് കോൺഗ്രസിൻ്റെ വിഷയമല്ല എന്ന് സാങ്കേതികമായി അങ്ങ് അംഗീകരിച്ചാൽ തന്നെ നോക്കൂ, സഭയ്ക്കകത്തെ കാര്യങ്ങളാണ് KV സുമേഷ് MLA ഇപ്പോൾ സംസാരിച്ചത്. സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ് വന്നതെങ്ങനെയാണ്? തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ് അകമ്പടി സേവിച്ചത്. ആ ദൃശ്യങ്ങളിൽ അത് വന്നു. K. മുരളീധരൻ പറഞ്ഞെങ്കിൽ ഈ നടപടിയെടുത്തതിനെ തുടർന്ന് കോൺഗ്രസ്സുകാരനല്ലാതായി തീർന്ന ഒരാൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് അകമ്പടി സേവിക്കുന്നത് എന്തിനാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇങ്ങനെ ഇതാകെയും നോക്കുമ്പോഴാണ് ഇത് ഒന്നാന്തരം പൊളിറ്റിക്കൽ ഡ്രാമയാണിന്ന് സഭയിലും സഭയ്ക്ക് പുറത്തും അരങ്ങേറിയത് എന്നെല്ലാവർക്കും മനസ്സിലാവുന്നത്. ആ രീതിയിലായില്ലേ കാര്യങ്ങൾ?
നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസിനെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഒരു ആരോപണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഉയർന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നതമായ നേതൃത്വം വളരെ രാഷ്ട്രീയമായും ധാർമ്മികമായും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയും 3 തരത്തിലുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി, അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹം എന്നാൽ നിയമസഭാ അംഗത്വം ഉള്ള അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പുള്ളിയെ സംരക്ഷിക്കേണ്ടതായ ബാധ്യതകളില്ല. പക്ഷെ ഒരു കാര്യം, ഒരു സാങ്കേതികമായ ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ നിയമസഭാ ചട്ടപ്രകാരം ഒരു വ്യക്തി ഒരു നിയമസഭാ സമ്മേളനം തുടങ്ങിയാൽ 15 ദിവസത്തിൽ കൂടുതൽ ആബ്സെന്റ് വരുത്തുവാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം നഷ്ടമാകും എന്നാണ് ചട്ടത്തിലും അതിൻ്റെ കീഴ്വഴക്കങ്ങളിലും പറയുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിയമസഭയുടെ ലീവ് അദ്ദേഹത്തിന് ചോദിക്കേണ്ടതായി വരും. ഇപ്പോൾ ഈ ആദ്യ ദിവസം 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിലെ ആദ്യ ദിവസം അദ്ദേഹം ഹാജരാകുന്നു എങ്കിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം അല്ലെങ്കിൽ നിയമസഭാ അംഗത്വം നഷ്ടമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതില് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള വ്യക്തി ജനങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ശരി, റജി പറഞ്ഞതിൽ ഒരു സൂചനയുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ പോലെ രാഹുൽ വരുമോ ഇല്ലയോ എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ആകാംക്ഷ പടർത്തിയതും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ നേതാക്കൾ തുറന്നു പറയാത്തതിൽ നിന്നാണ്. ഇന്നിപ്പോൾ റജി പറയുന്നത് പോലെ നാളെയും ഒരുപക്ഷെ വരാതിരിക്കാം എന്ന് പറയുന്ന ഒരു ധ്വനിയുണ്ട്. എന്തെങ്കിലും അവിടെ ഒരു ചെറിയ കാര്യം മാത്രം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഈ നടപടിയെല്ലാം എടുത്തു, ശരിയാണ്. നടപടിയെടുത്ത് നിങ്ങളുടെ ഭാഗമല്ല, പ്രത്യേക ബ്ലോക്കായി പ്രത്യേകം ഇരിപ്പിടം കൊടുത്തു സ്പീക്കർ. അങ്ങനെ വന്ന രാഹുൽ മാങ്കൂട്ടം വന്നിരിക്കുമ്പോൾ ഒരു കുറിപ്പ് പ്രതിപക്ഷ നിരയിൽ നിന്ന് പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ പിരിയുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇറങ്ങിപ്പോകുന്നു. നിങ്ങളുടെ ഭാഗമല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തിനു ചെയ്തു? അതെല്ലാവരും കണ്ടതാണ്, എല്ലാ മാധ്യമങ്ങളിലെയും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. അതെന്തിനു ചെയ്തു? നോക്കൂ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരാൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ ഈ CPM-നെ പോലെയോ അല്ലെങ്കിൽ കേഡർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെയോ സംസാരിച്ചുകൂടാ, ആശയവിനിമയം നടത്തിക്കൂടാ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ഡയറക്ഷൻ കൊടുത്തുന്നാണ് അതിന്റെ അർത്ഥം. റജിക്ക് മനസ്സിലാകാത്തതല്ല അതിന്റെ അർത്ഥം റജിക്ക് മനസ്സിലാകാത്തതല്ല. എന്താണ് അവിടെ ഇരിക്കുന്നു അല്പസമയത്തിനകം നേരത്തെ KV സുമേഷ് MLA പറഞ്ഞതുപോലെ സഭ തീരുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടവും ഒന്നിച്ച് ഇറങ്ങിപ്പോകുന്നത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് സഭ പിരിയാറാകുന്നു. ഇനി അവശേഷിക്കുന്ന 1-2 ആളുകൾ കൂടിയേ സംസാരിക്കാനുള്ളൂ, വേഗം സ്ഥലം കാലിയാക്കിക്കോളൂ. അത് വലിയ ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ ദിലീപ് ഒരു കാറിനകത്ത് ഒരു വാഹനത്തിലിരുന്ന് തൊട്ടടുത്ത ഓട്ടോറിക്ഷയിലിരിക്കുന്ന കുതിരോട്ടം പപ്പുവിന് ഒരു കടലാസ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. നാണമില്ലേ എന്നാണ് ആ കുറിപ്പടിയിലുള്ളത്. അങ്ങനെ ഞാൻ മൊത്തം വായിക്കുന്നത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് അത് വളരെ മനോഹരമായി കുതിരോട്ടം പപ്പു അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ എന്ന്. അപ്പോൾ മാറ്റി പറയുന്നുണ്ട്, നാണയം കയ്യിലുണ്ടോ ചേട്ടാ എന്നാണ് ചോദിച്ചത് എന്ന് കുതിരോട്ടം പപ്പു പറയുന്ന രീതിയിലൊരു ഗംഭീര ട്രോള് വന്നിട്ടുണ്ട്. ഈ കുറിപ്പടി പോയതിൽ നിന്നാണ് കേട്ടോ, ഈ കുറിപ്പ് പ്രതിപക്ഷത്ത് നിന്ന് പോയതിൽ നിന്നാണ് അങ്ങനെ ഒരു നല്ല ഗംഭീര ട്രോൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ച അങ്ങനെ ഒരു ഡയറക്ഷൻ, ഒരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ നിങ്ങളുടെ ആളല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു നൽകണം? ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ നിയമസഭയിൽ വെച്ച് നടത്തിയ ഓണസദ്യയിൽ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സദ്യയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുകയുണ്ടായി. ഇവിടെ അദ്ദേഹം കേട്ട തെറിക്ക് കയ്യും കണക്കില്ല കേട്ടോ. അതിൽ പങ്കെടുത്തതിന്റെ പേരിൽ അതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ആക്ഷേപിക്കുകയാണ്. നോക്കൂ, ശരി പറഞ്ഞു. സൗഹൃദങ്ങൾക്കോ ആശയവിനിമയങ്ങൾക്കോ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടില്ല അത്തരത്തിൽ സംസാരിക്കരുതെന്നോ നോക്കരുതെന്നോ. പക്ഷേ സൈബറിൽ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന് ഒരു രാഷ്ട്രീയ നേതാവിന് കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധം അസഭ്യമല്ലേ, തെറിയല്ലേ വിളിക്കുന്ന അദ്ദേഹത്തെ. അത് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് അങ്ങേക്ക് എന്താണ് ഇത്ര ഉറപ്പ്? നോക്കൂ, പണ്ട് ബീന സണ്ണി എന്ന ഒരു ഫേക്ക് ഐഡിയിൽ കോൺഗ്രസിനെ അതിനിശിതമായി വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാൾ അയാളുടെ യഥാർത്ഥ
ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും അതിനെ തുടർന്ന് പിറ്റേ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഒരു സംഭവം റീസെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് അങ്ങയുടെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ സംഭവിക്കാറുണ്ട്, അതിന് കടന്ന വിമർശനവും വരാറുണ്ട്. പക്ഷേ ഇവിടെ എന്തായിരുന്നു, ഈ ഇതിനു വേണ്ടി ചില പ്രത്യേക യൂട്യൂബ് ചാനലുകൾ രൂപപ്പെടുന്നു, അതിൽ ആങ്കർമാർ തന്നെ വന്നിരിക്കുന്നു. വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ, കോൺഗ്രസ് നേതാവിനെ ആ വെളിപ്പെടുത്തിയ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെടുത്തി വളരെ മോശപ്പെട്ട ചില പരാമർശങ്ങളും കളിയാക്കലുകളും ഉണ്ടാകുന്നു. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് 70 വയസ്സുണ്ട്, 80 വയസ്സുണ്ട്, 63 വയസ്സുണ്ട്, 65 വയസ്സുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ തന്നെ പേരും അഡ്രസ്സും പറഞ്ഞ് കോൺഗ്രസ് നേതാവായിട്ടുള്ള വി.ഡി. സതീശനെ പുലഭ്യം പറയുന്നത് നമ്മൾ കേട്ടു. ഞാനതാണ് പറഞ്ഞത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അതല്ല. ഇതെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ്, ഊരും പേരും ഇല്ലാത്തവരല്ല, ഇതാണ് മുഖം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് വിദേശത്തും മറ്റുമുള്ള ആളുകൾ ഐഡൻറ്റിറ്റി വെച്ച് ശക്തമായ വിമർശനം അധിക്ഷേപിക്കൽ നടത്തിയിട്ടുണ്ട്. പോട്ടെ റജി, നമ്മുടെ വിഷയം ഇന്നതല്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെ നിൽക്കുന്ന ഒരു സ്പേസിൽ ഇന്ന് പ്രതിപക്ഷത്ത് നിന്നും എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആ കുറിപ്പ് കൊടുത്ത് അതാണ് പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഒരു വളരെ ക്ലിയർ എവിഡൻസ് ആണ്. 2 പോട്ടെ, അടുത്തത്, എന്തിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ അദ്ദേഹത്തിന് അകമ്പടിയായി പോയത്? നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്ന ആളല്ലേ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ് റജി? നോക്കൂ, സൈബർ ഇടങ്ങളിൽ ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്നവരെ ഒരു രീതിയിലും കോൺഗ്രസ് പ്രസ്ഥാനം അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, സൈബർ ഇടങ്ങളിൽ ഇത്തരം വ്യക്തി ഹത്യകൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് KPCCയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങേക്കും അറിയാമല്ലോ. ഇവിടെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ദീർഘകാലം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായി നിന്നിട്ടുള്ള നേമം സജീർ, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നത് വലിയ തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ? അവർ തമ്മിലുള്ള വരുന്ന വഴിയിൽ യാദൃച്ഛികമായി നേമം ഷജീർ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് കണ്ടതല്ല. അദ്ദേഹത്തോടൊപ്പം വരുന്നു. നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തിന് കയറണമെങ്കിൽ പോലും സ്പീക്കറുടെ ഓഫീസിൻ്റെയും മറ്റും അനുമതി വേണം. കയറുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹത്തിന് MLAക്കൊപ്പം വന്നതുകൊണ്ടാണ് അകത്ത് കയറാൻ പറ്റിയത്. അകത്ത് കയറി MLAമാർ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് പോകുന്ന ആ ലിഫ്റ്റിൽ കയറി ഒപ്പം പോകുന്നു. അത് കണ്ട എല്ലാവർക്കും മനസ്സിലായി. നമ്മളിനി വാദിക്കാൻ വേണ്ടി റജിക്ക് വാദിക്കാം. ഞാൻ ചോദിച്ചത്, വ്യക്തിപരമായ അവരുടെ സൗഹൃദത്തെയും ബന്ധത്തെയും ഒന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റിനും അപ്പുറം ഇതാണ് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് തെളിയിച്ചാൽ അത് രാഷ്ട്രീയമായി ഉചിതമായോ? താങ്കളുടെ ഒരു നിരീക്ഷണ ശേഷി വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, അത് ഗുണം ചെയ്തോ? നോക്കൂ, ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ നേതാവാണ് നേമം സജീർ. അദ്ദേഹത്തിനോട് രാഹുൽ മാങ്കൂട്ടത്തിലെ മേലിൽ കണ്ടുപോകരുത്, സൗഹൃദം പുതുക്കരുത് എന്ന് കോൺഗ്രസ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിൽ ഏതാണ്ട് 10-40 MLAമാർ, UDFന്റെ MLAമാർ അവിടെ ഉണ്ട്. അവരുമായിട്ട് ആശയവിനിമയം നടത്തുവാൻ നിയമസഭാ മന്ദിരത്തിൽ അടക്കം അകമ്പടി പോയത് രാഷ്ട്രീയമായി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മോശത്തരമുണ്ടാക്കി, ഇത്തരം വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നോ? റജിയുടെ ഒരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി വെച്ച് ഒരു അപാകതയും അതിൽ തോന്നുന്നില്ലെന്നാണോ? കുറച്ചുകൂടി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു സൗഹൃദം ബന്ധമൊന്നും മുറിക്കേണ്ട. പക്ഷേ ഇതുപോലൊരു ദിവസം, ഇങ്ങനെ ഒരു സമയം, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് റജിക്ക് തോന്നുന്നേ ഇല്ല? ഒരു നല്ല ചോദ്യമാണ്. ഞാൻ 30 വർഷം ആ നിയമസഭാ കോംപ്ലക്സിൽ പ്രവർത്തിച്ച ആളാണ്. അഡീഷണൽ സെക്രട്ടറി പദവിയിൽ നിന്നാണ് ഞാൻ വിരമിക്കുകയും ചെയ്തത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ അവിടെ വരാറുണ്ട്, അതിൻ്റെ ജില്ലാ ഭാരവാഹികൾ എത്താറുണ്ട്. അവരുടെ MLAമാരുമായിട്ടും മറ്റ് മന്ത്രിമാരുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ വരുന്നതിന് നിയമസഭാ കോംപ്ലക്സിൽ ഒരു തരത്തിലുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അതിന് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു MLA ഒരു റിക്വസ്റ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ വേറെ വഴിക്ക് സംസാരിച്ചു പോയിട്ട് ന്യായീകരിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത് വളരെ ദൃശ്യം എന്താ നമ്മുടെ മുമ്പിലുണ്ട്. നിയമസഭാ ഹാളിലേക്ക് കടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അകമ്പടി സേവിക്കുന്നത്, അകമ്പടി പോകുന്നത്, അത് ചിത്രത്തിൽ വ്യക്തമാണ്. അത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ക്ഷീണം സംഭവിപ്പിച്ച വലിയ എതിർപ്പ് കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ റജി മാത്രമാണ് ഇപ്പോൾ അത് പരസ്യമായി ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിക്കോളൂ, പ്രശ്നമില്ല. നോക്കൂ, ആ ലിഫ്റ്റ് മുകളിലേക്കും പോകാം, അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കും പോകുന്നത് അതേ ലിഫ്റ്റ് തന്നെയാണ്. അവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രതിനിധികൾക്ക് അവിടെ കടന്നു വരാം. ആ ദൃശ്യം ക്ലിയർ ആണ്. അതായത് അടുത്തു വിളിച്ച് തോളത്ത് കൈയിട്ട് രാഹുലിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ദൃശ്യമാണത്.
കാരണം അങ്ങനെ ഒരു ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ വലിയ പ്രൊട്ടക്ഷനും സപ്പോർട്ടും രാഹുൽ ഓരോ ഘട്ടത്തിൽ ഉറപ്പാക്കുകയാണ്. അത് കോൺഗ്രസ്സിനുണ്ടാക്കിയ നിങ്ങൾ പറഞ്ഞ എല്ലാ ബന്ധവും വിച്ഛേദിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനോട്, ഒരു MLA-യോടാണ് നിയമസഭയ്ക്കുള്ളിൽ സഭയ്ക്കകത്തേക്ക് കയറാൻ പോകുമ്പോൾ ഈ വിധം ഒരു രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ, നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, അതുകൊണ്ട് ആളുകൾ ഈ പൊളിറ്റിക്കൽ ഡ്രാമ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഓരോരോ ഇൻസിഡൻറ്റ് വെച്ചാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. റജി, നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു സൗഹൃദത്തെയൊക്കെ നിങ്ങൾ ഒരു രാഷ്ട്രീയ കണ്ണുകളിലൂടെ എന്തിനാണ് കാണുന്നത്? നമ്മളിപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല പാർട്ടികളിൽപ്പെട്ടവർ താമസിക്കുന്നില്ലേ? അവർ പരസ്പരം സംസാരിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് രാഷ്ട്രീയമായിട്ട് പോരടിക്കാം, ആശയങ്ങളുടെ മേൽ സംവദിക്കാം, പക്ഷേ ഒരു പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ മേലിൽ സംസാരിക്കരുത്, അയാളോടൊപ്പം നടക്കരുത് എന്നുള്ള വിലക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അത് കേഡർ പാർട്ടിയായ CPM-നെയോ അതുപോലെ മറ്റ് കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കൊക്കെയാണ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ബാധകം. പക്ഷേ കോൺഗ്രസ് എന്നൊരു മഹാപ്രസ്ഥാനത്തിൽ അതിൽ ഇത്തരത്തിലുള്ള ഒരു കേഡർ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ആശയവിനിമയത്തിന് അവിടെ വിലക്കൊന്നുമില്ല. ശരി, ഞാൻ ലാൽകുമാർ, ഇത് തന്നെയാണോ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാട്ടുന്ന ചില ഒത്തുകളികളായി ആളുകൾക്ക് തോന്നാൻ ഇടവരുത്തുന്നത്? ഇങ്ങനെ വിലക്കിൻ്റെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോലും ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഒപ്പം നിയമസഭയിലേക്ക് പോകുന്നതിലൂടെ കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ്? സഭയ്ക്കകത്തിരിക്കുമ്പോൾ സഭ തീരുന്നതിന് തൊട്ട് മുമ്പ്, അങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം അതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതായത് സഭ തീരുന്നതിന് മുമ്പ് വേഗം സ്ഥലം കാലിയാക്കാൻ, സ്ഥലം വിടാം, സഭയിൽ നിന്ന് വിട്ടുപോകാൻ, ഇറങ്ങിപ്പോകാൻ, നേരത്തെ പോകാൻ പറയുന്ന വിധത്തിലേക്കുള്ളൊരു നിർദ്ദേശം പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു. എനിക്കൊന്ന് ലാൽ അതൊക്കെ കണ്ടു കാണും. അതേസമയം തന്നെ മാധ്യമങ്ങളിൽ പിന്നീട് വന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ചില മാധ്യമങ്ങളാണ്, അതിൻ്റെ ഒന്നും സ്ഥിരീകരണമൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും 4ഓളം പരാതികൾ പ്രതിപക്ഷ നേതാവിന് കിട്ടി എന്ന തരത്തിലേക്കൊരു ബിൽഡപ്പ് ഉണ്ടാകുന്നു. വൈകുന്നേരമാകുമ്പോൾ ഇന്ന് KPC യോഗം നടക്കുമ്പോൾ, പക്ഷേ ആ KPC യോഗത്തിൽ VD സതീശൻ അതേക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല എന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു തരത്തിൽ ആ വാർത്ത രൂപപ്പെടുന്നു. ഇങ്ങനെ അടിമുടി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പല തരത്തിലുള്ള അഭ്യാസങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസം. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിലൊരു വലിയ പൊളിറ്റിക്കൽ ഡ്രാമയുണ്ട് എന്ന് പറയുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ ഈ ദിവസത്തെ ഈ നടപടികളിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താവാം ലാൽകുമാർ? അല്ല, പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ ഒരു വീക്ക് പേഴ്സണാലിറ്റിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. സത്യത്തിൽ കഷ്ടം തോന്നുന്നു. എനിക്ക് നമ്മൾ നോക്കൂ, ശരത്തേട്ടൻ ഉൾപ്പെടെ നമ്മളെല്ലാം ഇരിക്കുന്ന ചർച്ചകളിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പ്രതിപക്ഷ നേതാവ് നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ. കാര്യം ഏതൊരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലും വി ഓൾവേസ് എക്സ്പെക്ട് ഓപ്പോസിഷൻ ടു പെർഫോം വെൽ, ബിക്കോസ് അത് വേണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു മോശപ്പെട്ട ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവൃത്തി ചെയ്തൊരു മനുഷ്യനെ, ആ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഗാർഡ് ചെയ്യാനുള്ള വലിയ ശ്രമം നടത്തുകയും എന്നിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ക്യാരാപ്പേസിൻ്റെ അണ്ടറിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ ഇരിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രാഹുൽ മാങ്കൂട്ടം അവിടെ ചെല്ലണമെങ്കിൽ VD സതീശൻ്റെ അറിവ് കൃത്യമായിട്ടുണ്ട്. നോക്കൂ, ഇന്ന് രാവിലെ VD സതീശൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിക്കാമായിരുന്നല്ലോ. എന്താണ് VD സതീശൻ? മാധ്യമങ്ങൾ ഓരോ പ്രാവശ്യവും എപ്പോഴേലും പ്രതികരിക്കാതെ അദ്ദേഹം പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ന് അദ്ദേഹം വളരെ ഡെലിബറേറ്റ് ആയിട്ട് പ്രതികരിച്ചില്ല. അപ്പോൾ ഞാൻ കാണുന്നത് ഇറ്റ് ഈസ് ഓൾ സ്റ്റേജ്ഡ്. എനിക്കതിനകത്ത് ഒരു സംശയമില്ല. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, ഈ VD സതീശൻ്റെ ട്രസ്റ്റഡ് ലെഫ്റ്റനൻ്റായിട്ട് നിന്ന 2 പേരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. ഈ 2 പേരും യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് VD സതീശനുമായി ഉണ്ടായിരുന്ന ബന്ധം വളരെ ഹൈ ആണ്. ഇവർ ഹൈജാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ് പലതും കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് എവിഡൻ്റ്ലി യു ക്യാൻ സീ ഇറ്റ് ഫ്രം ഓൾ ദ എപ്പിസോഡ് വിച്ച് ഹാപ്പൻഡ് ഏർലിയർ. അത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ VD സതീശന് ഹാംഫുൾ അല്ലാതെ ഇതിൽ നിന്ന് ഇറങ്ങുകയും വേണം, എന്നാൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ലേഡി ഉൾപ്പെടെ അടങ്ങുന്ന ആൾക്കാർ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഉണ്ട്, നന്നായി കേൾക്കാം. ഈ ലേഡി ഉൾപ്പെടെ, ആദ്യത്തെ ആ ലേഡി ഉണ്ടല്ലോ, ആ ലേഡി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യം പറയുന്നത് എന്താണ്? അവർ പരാതി കൊടുത്തത് VD സതീശനാണ്. നോക്കൂ, ഒരു പൊതുപ്രവർത്തകന് ഇത്രയും മോശപ്പെട്ട രീതിയിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പരാതി കിട്ടുമ്പം ആ പൊതുപ്രവർത്തകൻ എന്താണ് ചെയ്യേണ്ടത്? ആ ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് ചെയ്തോ? അപ്പോൾ അത് മുക്കുവാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്, അല്ലേ? 4ഓളം കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് ശരത്തേട്ടൻ സൂചിപ്പിക്കുന്നു.
പോട്ട് അതൊക്കെ നമുക്ക് വിടാം. ആദ്യം റിനി ആൻ എന്ന് പറഞ്ഞൊരു ലേഡി, ഷീ ഈസ് എ ഫസ്റ്റ് പേഴ്സൺ ടു കം ഔട്ട് ആൻഡ് സ്പീക്ക് അഗേൻസ്റ്റ് രാഹുൽ മാങ്കൂട്ടം അല്ലേ? അവർ പറഞ്ഞതിനകത്ത് വി ഡി സതീശൻ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ കംപ്ലൈൻറ്റ് കോൺഗ്രസ്സിൽ എത്തിയിട്ടുണ്ടോ? ആ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞിട്ടല്ലേ ഈ പറയുന്ന സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുകയും ചെയ്തത്. അപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി, പ്രതിപക്ഷ നേതാവ്, ഇതിനകത്ത് ഈക്വലായിട്ട് ഉള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു ആസ്പെക്റ്റ്. ഈ പറയുന്ന എൻറ്റയർ എപ്പിസോഡ്, ഇന്നത്തെ നടന്ന എപ്പിസോഡ് ഉൾപ്പെടെ സ്റ്റേജിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ലെറ്റസ് ടേക്ക് ദ അതർ വേ അറൗണ്ട്. ഒരു കണ്ടൻഷന് വേണ്ടി മറ്റൊരു രീതിയിലാണെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടല്ലോ. വി ഡി സതീശൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. വി ഡി സതീശൻ ആത്മാർത്ഥമായി ഈ പയ്യൻ വരാൻ പാടില്ലായിരുന്നു ആണ്. എന്നിട്ടും അയാൾ വന്നു. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ ഇന്ന് രാജിവെക്കണം. വേണ്ടേ? വി ഡി സതീശൻ എന്തിനാ പദവിയിലിരിക്കുന്നത്? ഇപ്പം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇന്ന് നിങ്ങളോട് പറയുന്ന മാധ്യമപ്രവർത്തകർ ഇന്ന് എയർ ചെയ്യുന്നതാണ് യഥാർത്ഥ നറേറ്റീവ് എങ്കിൽ വി ഡി സതീശൻ ഇപ്പം രാജിവെക്കണം. വെക്കണ്ടേ? എന്തിനാ വി ഡി സതീശൻ ആ കസേരയിരിക്കുന്നത്? ഒരല്പം അന്തസ്സുള്ളവരാണെങ്കിൽ ഇറങ്ങിപ്പോവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള ഒരാൾ കേൾക്കുന്നില്ല. ഇരുത്തുവോ മുഖ്യമന്ത്രി? ഒന്നും വേണ്ട, വേറൊരാളാകട്ടെ, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാളിരിക്കട്ടെ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അയാളെ ബൈപ്പാസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പാർട്ടി കാണുമോ CPM-നകത്താണെങ്കിൽ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിയിൽ വി ഡി സതീശൻ്റെ അറിവോടുകൂടി, അതിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. അതല്ല എങ്കിൽ വി ഡി സതീശൻ പാവം ഇതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിനിയാൻ ആൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ പോലും അദ്ദേഹം ഒന്നും ചെയ്യാതിരുന്നിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ആത്മാർത്ഥമായി ഇയാളെ പുറത്ത് നിൽക്കണമെന്നും മാറ്റി നിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ, എന്നിട്ടും അദ്ദേഹം വിചാരിച്ചിട്ട് നടന്നില്ല. ബാക്കി കോൺഗ്രസിൻ്റെ പ്രബലമായ കക്ഷി അദ്ദേഹം അല്ല എന്നും മറ്റുള്ള ആൾക്കാരാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആൾ അങ്ങോട്ട് വരാനും പാടില്ല, രാജിവെക്കുകയും വേണം. ഇതാണ് ചെയ്യേണ്ടത്. ഇതല്ലേ ചെയ്യേണ്ടത്? ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇവരെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനത് ഒന്ന് രണ്ടിടത്ത് പറഞ്ഞാണ് വീണ്ടും പറയുക. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ വക്താവ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾ കോൺഗ്രസ് അല്ലല്ലോ, നമ്മൾ വിട്ടല്ലോ. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് കോൺഗ്രസ് ആണെന്നാണോ അല്ലെന്നാണോ? അയാൾ ഇന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണെന്നാ അയാൾ പറഞ്ഞതാ ശരി. കാര്യം കോൺഗ്രസ് ആണെന്ന് അയാൾ പറഞ്ഞു, അതാണ് ശരി. ഈ പറയുന്ന കോൺഗ്രസിന്റെ വക്താക്കളും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പറയുന്നതല്ല ശരി. കാരണം ഞാൻ പറഞ്ഞുതരാം. ശരത് ചേട്ടനെ നാളെ ഞാനൊരു എക്സാമ്പിൾ എടുത്താ പറയുന്നത്. ശരത് ചേട്ടനെ നാളെ കൈരളി സസ്പെൻഡ് ചെയ്യുന്നു. ഒരു ഫിക്റ്റീഷ്യസ് കേസ് പറയുക. ശരത് ചേട്ടന് കൈരളിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ മറ്റൊരാളെ CPM സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്താൽ ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ശരത് ചേട്ടനെ സസ്പെൻഡ് ചെയ്ത ആളെ ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശം മാനേജ്മെന്റിനുണ്ടോ? ആ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്ത് നിൽക്കുന്ന ആളുടെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ മേളിൽ ഈ സ്ഥാപനത്തിനൊരു കൺട്രോൾ ഉള്ളതുകൊണ്ടല്ലേ ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആളെ ഇവർക്ക് പുനർ നടപടി ഒന്നും പറ്റത്തില്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് ഈ മനുഷ്യനെതിരെ പുറത്തു പോയി കഴിഞ്ഞല്ലോ. വേണ്ടേ? ആ പുനർ നടപടി ഇയാൾക്കെതിരെ പറ്റും. പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കി, സസ്പെൻഷനല്ല പൂർണ്ണമായി പുറത്താക്കാൻ കോൺഗ്രസിന് പറ്റുമോ? പുറത്താക്കലല്ല, പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം ഇയാളുടെ മണ്ടയ്ക്ക് ഇപ്പോഴും അതിന്റെ കൺട്രോൾ ഉണ്ടെന്നല്ലേ? അല്ലേ? ഹലോ, അതെ, അങ്ങനെ തന്നെയാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് പുറത്താക്കലേ അല്ല. ആ പാർട്ടിക്ക് നിയന്ത്രണം ഉണ്ട്. ഈ പറയുന്ന നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കുകയല്ലേ ചെയ്യുന്നവര്? ഈ പറയുന്ന നാട്ടുകാരെ പറഞ്ഞു പറ്റി. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പറയുന്ന നാട്ടിലുള്ളവരെല്ലാം ഈ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കുകയല്ലേ ചെയ്യുന്നേ? ആണോ അല്ലയോ? ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കത്തില്ല. മാധ്യമങ്ങൾ അത് വരുമ്പോഴത്തേനുണ്ടല്ലോ പതുങ്ങിയാണ് സംസാരിക്കുന്നത്. കേട്ടു നോക്കിയാൽ മനസ്സിലാവും. ശക്തമായി അവതരിപ്പിക്കേണ്ട ഒരു വിഷയമാണ് അത്. സസ്പെൻഷനിലല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതല്ലേ. ഇത് എക്സംപ്ലിഫൈ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലെന്നുള്ള അവർക്ക് താല്പര്യമില്ല. കാര്യം അവർക്ക് ഈ പറയുന്ന എപ്പിസോഡ് നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാളുടെ വിഷയം, കാര്യം മാധ്യമപ്രവർത്തകരെ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് തന്നെ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ശക്തമായി വിഷയം പിടിച്ചിട്ടുള്ളപ്പോഴും ഈ പറയുന്ന വിഷയത്തിനിടയിൽ കൂടെ സതീശനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കാൻ എടുക്കുന്ന ഒരു ആർജവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എനർജി, അത് ചെറുതല്ല. അവിടെയാണ് ഇതിനകത്ത് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ കുറെ ഓഡിയോയുടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥാപനങ്ങളുണ്ട്. അവർക്കിത് പുറത്തു വിടുന്നതിന് എന്താ പ്രശ്നം? ഒരു CPM-കാരൻ്റെ വീട്ടിലെ
ആ CPM-കാരൻ്റെ വീടിൻ്റെ അയലൊക്കത്തെ വീട്ടുകാരൻ്റെ അപ്പുറത്തെ വീട്ടുകാരൻ്റെ പേരായിരുന്നെങ്കിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ എന്ന് പറഞ്ഞു വെച്ച് അപ്പുറത്തെ വീടിന് പറയാതെ ഇവർ വാർത്ത കൊടുക്കുന്ന ഒരു കാലമില്ലേ? ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് കൊടുക്കത്തില്ല. കാര്യം എന്താ? അതാണ് ടൈപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ കുറേ നാളുകളായെങ്കിലും വലതുപക്ഷത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിൻ്റെ ഭാഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞാൽ സസ്പെൻഷൻ നടത്തി ബാക്കിയുള്ള നടത്തി എന്ന് പറയുന്നതും ഒരു കാര്യമില്ല. ശരി ശ്രീ സുമേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വ്യക്തിപരമായ ധാരണയോടുകൂടി അവിടെ വരുന്നോ, സഭയിൽ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളതല്ല. ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ അച്ചടക്ക നടപടിയായി കാണാനാവില്ല. ഇപ്പോഴും ആ പാർട്ടിയുടെ ഭാഗം തന്നെയാണ്. ആ നിലയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചിട്ടുമുള്ളത്. ഇതിലെ പ്രധാന പ്രശ്നം ഈ വിഷയങ്ങളെ പ്രതിപക്ഷത്തിന് വേണ്ടി കൈകാര്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് എത്രമാത്രം ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തെ ആകെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകേണ്ടത്. അവിടെയാണ് മാധ്യമങ്ങൾ ഇന്ന് ആകെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. VD സതീശനെയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലെത്തി. അങ്ങനെ സാധ്യമാകും എന്ന് ഒരു നിയമസഭാംഗം എന്ന നിലയിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു നിയമസഭാംഗം എന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ? നേരത്തെ ലാലു പറഞ്ഞൊരു വളരെ യുക്തിസഹമായ ഒരു കാര്യമല്ലേ, അങ്ങനെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിനെ ധിക്കരിച്ചാണെന്ന് രാഹുൽ മാങ്കൂട്ടം സഭയിൽ വന്നത് എങ്കിൽ എന്താകുമായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയം? അപ്പോൾ കുറേ കൂടി ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഈ പുറത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്ന എതിർപ്പ് എന്ന് പറയുന്നത് ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗം മാത്രമായിരുന്നു എന്നും അടിസ്ഥാനപരമായി ഈ പ്രശ്നം ഇങ്ങനെ സഭയിലേക്ക് എത്തിച്ചും അല്ലാതെയുമൊക്കെ രാഹുലിനെ കുറേ കൂടി പൊതുമണ്ഡലത്തിലേക്ക് ഇറക്കി വിടാനുള്ള ഇപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി രാഹുൽ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പതിവായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ സഭാ കാലയളവിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാം എന്ന VD സതീശൻ്റെ താല്പര്യമാണ് ആകെ ഇതിൽ നിഴലിക്കുന്നത് എന്ന ആളുകൾക്ക് കുറേ കൂടി ബോധ്യപ്പെട്ടോ? മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹം ഇഷ്ടപ്പെടാത്തൊരു കാര്യം ധിക്കാരപൂർവ്വമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് എന്ന് ധരിക്കാൻ ഇന്ന് മാധ്യമങ്ങളാകെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ ധരിക്കാനോ വിശ്വസിക്കാനോ കഴിയുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ് താങ്കൾ കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ല ശരത്. ഇപ്പം ഞാനിപ്പോൾ 4 ഫസ്റ്റ് ടൈം MLA ആയതല്ലേ, ഞങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കാത്തൊരു കാര്യം പുറകിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ അപ്പം ഇടപെടുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. ഇത് UDF ബ്ലോക്കിൽ നിന്ന് തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമോ കമൻറ്റോ പുറകിൽ നിന്ന് വന്നാൽ അപ്പോൾ ശക്തമായിട്ട് അദ്ദേഹം ഇടപെടും. ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല, അങ്ങനെ വിശ്വസിക്കാൻ തരയില്ല. കാരണം പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ രാഹുലിന് നിയമസഭയുടെ പടി പോലും ചവിട്ടാൻ പറ്റില്ല. അദ്ദേഹത്തെ ഇനി നമ്മൾ വിശ്വസിക്കേണ്ടത് അദ്ദേഹത്തെ പിന്നെ മറികടന്നുകൊണ്ട് രാഹുൽ വരാൻ കഴിയുന്നു എന്നാണ്. അങ്ങനെ സാധാരണ നിലയിൽ വിശ്വസിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതിന് പിന്നിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയുള്ള കേരളത്തിലെ ജനങ്ങളെ പമ്പര വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം, വിശേഷിച്ച് UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. കാരണം ഇത് ഉണ്ടാക്കിയിട്ടുള്ള അലയൊലി നിസ്സാരമല്ല. ഇതിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കേരളത്തിൽ കുടുംബങ്ങളിൽ പൊതുസമൂഹത്തിൽ വലിയ റിഫ്ലക്ഷൻ ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ എതിർപ്പാണ്. ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ B. റജി അദ്ദേഹം ന്യായീകരിക്കുക, അല്ലെങ്കിൽ ഈ വിഷയത്തെ പൊതുവിൽ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കോൺഗ്രസ് CPM ലീഗ് എന്നുള്ളതല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ എതിർപ്പാണ് ഈ ഉയർന്നു വന്ന വിഷയത്തെ തുടർന്നുണ്ടായത്. ഒരു വസ്തുത നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗമാണ്, പുതിയ കാലമാണ്. അങ്ങനെയൊന്നും കള്ളത്തരം പറഞ്ഞൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. ലാലു ഇവിടെ പറയുകയുണ്ടായി. കാരണം കോൺഗ്രസിനെപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ശരത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അത് ഈ വിഷയം വന്നപ്പോൾ പറഞ്ഞ രക്ഷാകർത്താവായി കരുതുന്ന കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ശക്തമായ നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതാണ് മീഡിയയോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിന്നീട് നമ്മൾ കാണുന്ന കാര്യം എന്താ? ഈ കാണുന്ന കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കലല്ലേ? ശരത് ആലോചിക്കൂ, സ്പീക്കർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരിക്കുന്ന ഇടയിലാണ് വളരെ പ്ലാൻഡാണ് രാഹുൽ വരുന്നു. കൈയൊക്കെ അവരാളുകൾ കാണിക്കുന്നു, അങ്ങനെ കൈ കാണിക്കണം തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു, വരുന്നു. കൃത്യം 3 പേർ സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. കാരണം അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് ഭയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ. അല്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ആ ഒരു നില സ്വീകരിക്കുമോ? എന്തിനങ്ങനെ ഒളിച്ചും പാത്തും നിയമസഭയിലേക്ക് വരേണ്ട കാര്യം എന്താ? അദ്ദേഹത്തിന് തന്നെ ധൈര്യമായി രാവിലെ ഞങ്ങളെല്ലാം പോയ പോലെ രാവിലെ 8:30 ആ നിയമസഭയിൽ ഇരിക്കാനുള്ള ധൈര്യം രാഹുലുണ്ടായില്ലല്ലോ. എല്ലാവരും ശ്രീ ശരത് തന്നെ ചർച്ചക്കിടെ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഒന്നിച്ചിറങ്ങി പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണ് അതില്ലാതിരുന്നേ?
നേമത്തെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വന്നിരിക്കുന്നത് അവിടെ സൗഹൃദം, അവിടെ MLA കാണാൻ വന്നല്ല, അദ്ദേഹത്തിനോട് വന്നു, അദ്ദേഹത്തിനോട് തിരിച്ചുപോയി. മാത്രമല്ല MLA ബോർഡ് വെച്ച കാറിലല്ല അദ്ദേഹം വരുന്നത്. രാവിലെ വീട് പൂട്ടിയതായിട്ട് വാർത്തകൾ വരുന്നു. MLA വണ്ടി അവിടെ ഉണ്ടെന്ന് പറയുന്നു. എന്തിനാണ് ഈ ഒളിച്ചുകളി? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാ. ആക്ഷേപം ഉന്നയിക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാം. ഉന്നയിച്ച പെൺകുട്ടികൾക്കെതിരെ കൊടുക്കാലോ. സമീപകാല കേരളത്തിൽ എറണാകുളത്ത് ഒരു പ്രശസ്തയായ സിനിമാ നടിക്കുണ്ടായ അനുഭവത്തിൻ്റെ വേറൊരു വശമാണിത്. നിങ്ങൾ ഈ ആധുനിക സമൂഹത്തിൽ അപരിഷ്കൃതമായ രീതിയിൽ പെരുമാറി അതിനെ കോൺഗ്രസിനെ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. വലിയ എതിർപ്പാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. CPM ഞങ്ങളുടെയൊക്കെ പാർട്ടിയാണെങ്കിലും മെമ്പർഷിപ്പ് പോയിട്ട് ഒരു സ്ഥാനത്ത് നിർത്താൻ സന്നദ്ധമാണ്. നിയമസഭയിൽ അപ്പം രാജിയെഴുതി വാങ്ങും, ആ നിമിഷം രാജിയെഴുതി വാങ്ങും. കാരണം സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്ത ഒരാളെ ഇന്ന് കേരള നിയമസഭയിൽ കൊണ്ടുവന്ന് ഇങ്ങനൊരു നാടകം കളിച്ചതിന് പിന്നിൽ ബഹുമാനപ്പെട്ട ഇവിടെ ചില മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു രീതി അതാണ്. അവർ പറയുന്നത് അദ്ദേഹത്തിന് കടുത്ത ദേഷ്യമുണ്ട്, അദ്ദേഹം ആകെ പിണക്കത്തിലാണ്, അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയാണ് വന്നത്. ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ KPCC പ്രസിഡന്റ് കൂടി സഭയിലിരിക്കുന്ന, അദ്ദേഹം കൂടി സഭാ അംഗമായ ഒരു നിയമസഭയിൽ കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമായിരുന്നുവെങ്കിൽ നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതാണ്. നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു മര്യാദ അവർ സ്വീകരിക്കേണ്ടതാണ്. പകരം വളരെ പ്ലാൻഡായി ആസൂത്രിതമായി ഇന്ന് അവർക്കറിയാം ഇവിടെ അനുശോചനവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ മറ്റു പ്രയാസങ്ങളുണ്ടാവില്ല. അതിനിടയിൽ മിഡിലായിട്ട് വന്ന് രാഹുൽ വന്ന് പോവുക എന്നൊരു ലൈനും തന്നെയാണ് സ്വീകരിച്ചത്. ഇതിൽ മറ്റു വാദങ്ങൾ അപ്രസക്തമാണ്. ഇത് രാഷ്ട്രീയകാര്യ സമിതിയുടെ കുടിലമായ രാഷ്ട്രീയ ബുദ്ധിയാണ് ഇന്ന് കേരള നിയമസഭയിൽ അരങ്ങേറിയത്. റജി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു പോലീസ് കേസ് വരുന്നതിന് മുമ്പൊക്കെ തന്നെ അതിശക്തമായി അല്ലെങ്കിൽ പരാതികൾ പൊതുമണ്ഡലത്തിൽ വന്നപ്പോൾ തന്നെ ശക്തമായ നടപടി സ്വീകരിച്ചു. നിശ്ചയമായും അത് നല്ലതാണെന്ന് തന്നെ ഇരിക്കട്ടെ, നല്ലതുമാണ്. പക്ഷേ ആ ശരിയായ തീരുമാനം ശരിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നേതാക്കൾക്കാണ്. പക്ഷേ നേതാക്കളുടെ പിന്നീടുള്ള പെരുമാറ്റങ്ങൾ ഓരോന്നും സംശയാസ്പദമാണ്. ഇന്ന് സഭയിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ ലാല് പറഞ്ഞ വളരെ യുക്തിസഹമായൊരു ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവ് ഇഷ്ടപ്പെടാതെയാണ് അവിടെ വന്നത് എങ്കിൽ, മാധ്യമങ്ങളൊക്കെ എഴുതിയതും പറഞ്ഞതും അങ്ങനെയാണല്ലോ, VD സതീശൻ പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ച് നിർദ്ദേശം തള്ളി രാഹുൽ സഭയിൽ എന്നാണ് എങ്കിൽ അത് VD സതീശനെ പോലൊരു പ്രതിപക്ഷ നേതാവ് അത് പിന്നീടും ഉൾക്കൊള്ളുന്ന പ്രശ്നമില്ല. അപ്പോൾ അതല്ല എന്ന് വ്യക്തം. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാഹുൽ തന്നെ സഭയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? മാധ്യമങ്ങളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേതാക്കളെ ധിക്കരിച്ചിട്ടില്ല. അത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? നേതാക്കളെ ധിക്കരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സഭയിലേക്ക് രാഹുൽ വരുന്നതിൽ പ്രതിപക്ഷ നേതാവിനും സഭയിലിരിക്കുന്ന KPCC പ്രസിഡന്റും എതിർപ്പില്ല എന്നാണ്. ഇത് സസ്പെൻഷനേ ആയിട്ടുള്ളൂ, നിങ്ങൾ പുറത്താക്കിയിട്ടില്ല. സസ്പെൻഷനിലിരിക്കുന്നയാൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ രാഹുൽ പറഞ്ഞതിൽ തന്നെയുണ്ട് ഈ നേതാക്കളുടെ അറിവും സമ്മതവും താല്പര്യത്തോടും തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും വിശദീകരിക്കാൻ ശ്രമിച്ചാലും മറികടക്കാൻ ബോധ്യപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ടാണത്. റജി, നോക്കൂ, ഈ നമ്മുടെ പ്രേക്ഷകരോട് ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ശ്രീ ലാൽ അദ്ദേഹം പറഞ്ഞതിലും ഒരു അവ്യക്തതയുണ്ട്, അല്ലെങ്കിൽ അവാസ്തവമുണ്ട്. എന്തെന്നാൽ പാർട്ടി അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് 3 തരത്തിലുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ആ സ്ഥാനത്തിനെ സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. പാർട്ടി നേതൃത്വം അദ്ദേഹത്തിൻ്റെ ഒരു MLA മാത്രമല്ല, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതാണ് എന്നുള്ള വിവരം സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവുമായ ബഹുമാനനായ ശ്രീ VD സതീശൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കത്തും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വസ്തുതയായിരിക്കെ അദ്ദേഹത്തിന്റെ MLA എന്നുള്ള അല്ലെങ്കിൽ നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ എന്തിനാണ് പഴിക്കുന്നത്? അതുപോലെ എനിക്ക് മറ്റൊരു ചോദ്യം ബഹുമാനനായ MLA ശ്രീ സുമേഷ് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ പാർട്ടിയാണെങ്കിൽ ഞങ്ങളങ്ങ് നടപടിയെടുക്കുമെന്ന്. ഞാൻ ഒന്ന്
ചോദിക്കട്ടെ, FIR രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച മുകേഷ് അവിടെ ഇരിക്കുന്നില്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം നിങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല? അതുപോലെ KB ഗണേഷ് കുമാർ ഇരിക്കുന്നില്ലേ? അതുപോലെ അത്തരത്തിൽ നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾക്ക് നേരെ മറ്റ് 4 വിരലുകൾ ചൂണ്ടുന്നുണ്ട് എന്നുള്ള വസ്തുത വിസ്മരിക്കരുത്. ഇവിടെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള ധീരമായ, ധാർമ്മികമായ, ഉന്നതമായ രാഷ്ട്രീയ നിലവാരം പുലർത്തുന്ന ആ ഒരു നടപടിയെ കേരളീയ പൊതുസമൂഹം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്പെസിഫിക് 2 പോയിന്റ് മാത്രം ഞാൻ നിങ്ങൾ രണ്ടുപേരോടും റജി ഉന്നയിച്ച ആ സ്പെസിഫിക്, കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ 3 പേരും സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യം ശ്രീ സുമേഷ് MLA വരാം. അദ്ദേഹം പറഞ്ഞ നിങ്ങൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങൾക്ക് നേരെയാണ് എന്ന നിലയിൽ കോൺഗ്രസിന് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു നറേറ്റീവ് ഈ സാഹചര്യത്തിൽ തന്നെ സഭയുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഇന്നിപ്പോൾ രാഹുൽ പറഞ്ഞതാണ്, എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിയല്ലേ അന്വേഷിക്കട്ടെ. ഇപ്പോൾ റജി പറഞ്ഞതിനുള്ള വളരെ ചെറിയൊരു റെസ്പോൺസ് MLA ഭാഗത്ത് നിന്ന്. അതിലെ ബഹുമാനപ്പെട്ട റജി, അത് എങ്ങനെയാണ് ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുന്നത്? മുകേഷിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപവും സിനിമാ മേഖലയിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയവും ആക്ഷേപം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളോടും ഈ 2 കാര്യത്തിൽ ഒരേ സമീപന? അതങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് ഈ 2 വിഷയത്തെയും കാണുന്നത്? ആ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വിഷയത്തെ തുടർന്ന് ഈ കേരളത്തിലെ പോലീസ് തന്നെയാണ് അന്വേഷിച്ച് FIR ഇട്ട് നടപടിയെടുത്തത്. ഈ കേരളത്തിലെ പോലീസ് തന്നെയല്ലേ നടപടിയെടുത്തത്? പോലീസല്ലേ നടപടിയെടുത്തത്? സമാനമായ വിഷയമാണോ നിങ്ങൾ രാഹുലിൻ്റെ വിഷയത്തെ കാണുന്നത്? ഇവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം ഉള്ളത്. ഞങ്ങൾ ആ വിഷയത്തെ രണ്ടായിട്ടാണ് കാണുന്നത്. രാഹുലിൻ്റെ വിഷയവും മുകേഷിൻ്റെ വിഷയവും ഒരു വിഷയമല്ല. അതങ്ങനെ ഒരേ വിഷയമായിട്ട് വരിക. ഓക്കെ, റജി ഒന്നുകൂടിയുണ്ട്. ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്ന സമയത്ത് മുകേഷ് MLA എങ്ങനെയാണ് പെരുമാറിയത്, എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്ത്? വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നില്ലല്ലോ. അദ്ദേഹം മുൻകൂർ ജാമ്യ ഹർജിയുമായി പോയി. ആ മുൻകൂർ ജാമ്യം നേടുന്ന നിലയുണ്ടായി. അന്വേഷണ സംഘം മുന്നോട്ട് പോയപ്പോൾ കണ്ടെത്തിയ വിവരങ്ങളുണ്ട്. ആ നിലയിൽ അന്വേഷണവുമായി സഹകരിച്ച് നിയമപരമായി തന്നെ ഫൈറ്റ് ചെയ്ത്, മറിച്ച് തനിക്കും ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തുപോയി. ഇതിൻ്റെ 2 കേസുകളുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ കിടക്കുന്നു. ആ വ്യത്യാസമുണ്ട്. അതാണ് നേരത്തെ MLA പറഞ്ഞത്. ഞാൻ അതാണ് പറയാൻ വന്നത്. അദ്ദേഹം ഈ ലേഡിക്കെതിരെ കേസ് കൊടുത്തു, മുകേഷ് കേസ് കൊടുത്തു. അതിൻ്റെ ഭാഗമായി നിയമ നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ഞാനത് പറയാനാണ് വന്നത്. ഈ 2 കോൺഗ്രസ് ഒരു വിഷയത്തെയാണ് കാണുന്നത്. എന്നിട്ട് ഇപ്പോൾ അവർക്കെതിരായിട്ടുള്ള കൊടുത്ത കേസിൽ നടപടി എടുത്തിരിക്കുകയാണ്, പോലീസ് നടപടി എടുത്തിരിക്കുകയാണ്. ഇത് രണ്ടും ഒരേ വിഷയമായിട്ട് നിങ്ങൾ കാണുന്നത് അങ്ങേയറ്റം തെറ്റായ നിലപാടാണ്. ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ സമീപനം ഇത്രമാത്രം ചുരുക്കി കാണുക എന്നുള്ളതാണ് ഞങ്ങൾ അതുമായി സംബന്ധിച്ച് പറയുന്നത്. ശരി, ആ ആരോപണം ഉന്നയിച്ച വ്യക്തി തമിഴ്നാട്ടിലടക്കം നിരവധി കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉൾപ്പെട്ടതുമായി സാഹചര്യങ്ങളൊക്കെ പല ചർച്ചകളിൽ ഉയർന്നു വന്നതുകൂടിയാണ്, സാന്ദർഭികമായി പറഞ്ഞു എന്ന്. മാത്രമല്ല, ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ, ഇപ്പോൾ ഉയർന്നു വന്ന കേസുകളുടെയൊക്കെ പശ്ചാത്തലവും രീതിയും വളരെ വ്യത്യസ്തവുമാണ്. ഇവിടെ ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് കൂടി വരുമ്പോൾ റജി ഉന്നയിച്ച മറ്റൊരു സാഹചര്യം, ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടാണല്ലോ. താങ്കൾ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനെ ധിക്കരിച്ചാണ് അവിടെ രാഹുൽ വന്നത് എങ്കിൽ ആ പദവിയിൽ അദ്ദേഹം തുടരാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവായി എന്ന് താങ്കൾ പറഞ്ഞു. ഇവിടെ റജി അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ ശ്രമിച്ച ഭാഗം കേട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ ഇക്കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു നിലപാട് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളത് പറഞ്ഞു. ഇന്ന് രാവിലെയും മാധ്യമങ്ങൾ കണ്ടപ്പോൾ പോലും പറയാതിരുന്നു, ഇന്നലെ കണ്ടപ്പോഴും പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറയും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് രാഹുൽ സഭയിൽ വരികയും ചെയ്തിരിക്കുന്നു. ലാൽ, അല്ല, പ്രതിപക്ഷ നേതാവിനോട് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആൻസർ KPCC പ്രസിഡന്റ് പറയുന്നതായിരിക്കും. പൊതുവേ ഞാൻ കുറച്ച് കാലങ്ങളായി ആദ്യമായി കേൾക്കുന്ന ഒരു രീതിയാണ്. എന്താ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും KPCC പ്രസിഡന്റ് പറയും. അല്ല, വേറെ ഇപ്പുറത്തുള്ളവരാരെ കുറിച്ച് ചോദ്യമാണെങ്കിൽ അദ്ദേഹം മൊത്തം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നോക്കൂ, ഇത് ഈ റജി പറഞ്ഞതിനോട് റജിയുടെ ഒരു നിസ്സഹായത എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ചർച്ചയ്ക്കകത്ത് അദ്ദേഹത്തിന് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്തേ മതിയാവും. നോക്കൂ, കോൺഗ്രസിൻ്റെ MLA സ്ഥാനത്തു നിന്ന് പുറത്താക്കിയിട്ടില്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നും ഒരു കഥയില്ല, മനസ്സിലായില്ലേ? ഈ പ്രശ്നം എന്നറിയോ, റജി പറഞ്ഞതല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അതല്ലോ. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഇന്നും കോൺഗ്രസ്സുകാരനായിട്ടാണ് നിൽക്കുന്നതെന്നല്ലേ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഏതേലും ഘട്ടത്തിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറായ ഷാഫി പറമ്പിൽ തള്ളി പറഞ്ഞോ? ഈ അടുത്തൊരു ചോദ്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിലേക്ക് വരുന്നതിന് തെറ്റില്ല, KPCC പ്രസിഡന്റിൻ്റെ വരികളാണ്, അദ്ദേഹം MLA എന്നുള്ള രീതിയിൽ വരാം. ഇത് ഇവരോട് ആരെങ്കിലും ചോദിച്ചോ?
ഇവർ പുറത്താക്കിയില്ലേ, പുറത്ത് അദ്ദേഹം പോയി വെളിയിലിരിക്കുകയാണ്, കോൺഗ്രസ്സായിട്ട് ബന്ധമില്ല, അതല്ലേ ഇവരുടെ വാദം. പിന്നെ അദ്ദേഹം വരുവോ പോവോ എന്ത് വേണം ചേട്ടന്നേ, പിന്നെ അതിനെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ വീണ്ടും 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 ഓടി കിടന്ന് പറയുന്നത്? എൻ്റെ നിലപാട് ഒരു കാരണവശാലും ഞാൻ പുറകോട്ട് മാറത്തില്ല. ആരാ വി ഡി സതീശൻ പറയുന്നതാണ്? എന്തിനാ അത് പറയുന്നേ? കാര്യം നിങ്ങൾ ഇന്ന് പുറത്തു പോയ ആളാണ് അല്ലേ? അതല്ല കാര്യം, അതല്ല കാര്യം. നമ്മൾ കണ്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കാണുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ ശരത്തേട്ടൻ്റെ ചർച്ചയ്ക്കകത്ത് ശരത്തേട്ടൻ ഓൺ എയർ കാണിച്ചൊരു ഒരു മനുഷ്യൻ കാറിനകത്തിരുന്ന് സംസാരിക്കുന്ന ഒരു വിഷ്വൽ ശരത്തേട്ടൻ കാണിച്ചു. ആ മനുഷ്യനെ ഗൾഫിൽ എന്തോ ഉള്ളൊരാളാണ്. അദ്ദേഹത്തിനെ ഞാൻ അതിന് മുമ്പ് കാണുന്ന എപ്പോഴാണെന്നറിയോ? സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രനെ എതിരെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. കോൺഗ്രസ്സുകാരനാ, ശക്തമായ കോൺഗ്രസ്സുകാരൻ. കേരളത്തിൽ പല നേതാക്കന്മാർ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പല നേതാക്കന്മാരും വി ഡി സതീശനെ ആനപ്പുറത്തിരിക്കുന്ന ആളാന്ന് പറഞ്ഞ് എഴുതിയില്ലേ? അപ്പോൾ അതിന് എതിരായിട്ട് ജിൻഡോ ജോൺ ഒരിടത്ത് വന്നില്ലേ? ഇതൊക്കെ എന്തിനാ? ഈ ജിൻഡോ ജോൺ കോൺഗ്രസ് ആണോ? അല്ലല്ലോ. ഇപ്പുറത്തേക്കുന്നവരായാലും CPM ആണോ? അല്ലല്ലോ. ഇതിനകത്താ യുദ്ധം എന്ന് കോൺഗ്രസ് സഹയാത്രികർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് സമ്മതിക്കാൻ വരാത്തത് കോൺഗ്രസ്സുകാർ ചർച്ചയ്ക്ക് വരുന്നില്ല, കോൺഗ്രസ്സുകാർ വേറെ വഴിക്ക് കൊടുക്കുക അല്ലേ? ഇതിനൊക്കെ ഉപരി വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ആൾ ഈ ഒഫൻസ് എല്ലാം ചെയ്തത് കോൺഗ്രസിൻ്റെ MLA എന്ന് പറയുന്ന പവറിലല്ലേ? അതിൽ നിന്ന് കോൺഗ്രസ് പുറത്തു പോകാൻ പറ്റുമോ? ഈ പറഞ്ഞ ശബ്ദരേഖ അദ്ദേഹത്തിൻ്റെ അല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നോക്കൂ, നിങ്ങളാണ് പവർ അട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തത് അദ്ദേഹത്തിൽ. ആ അട്രിബ്യൂട്ട് ചെയ്ത പവറിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറകോട്ട് പോകാൻ പാടും? ഇത് ഇനി വരണ്ട, അല്ല, ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കുന്നേ? നിങ്ങളുടെ നിലപാട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? അടുത്ത പറഞ്ഞൊരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ ഒരു എവിഡൻറ്ററി വാല്യൂ എടുത്തൊരു കാര്യം വിഷയം നോക്കുമ്പം, ഒരു ഇഷ്യൂ എടുക്കുമ്പം, വിൽ ഓൾവേസ് തിങ്ക് അബൌട്ട് ദ ഗ്രാവിറ്റി ഓഫ് ഒഫൻസ്. എന്താണ് ഒരു ഗ്രാവിറ്റി ഓഫ് ഒഫൻസ്? അത് ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസ്സുകാർ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? തീവ്രത എന്ന് പറഞ്ഞിട്ട് തീവ്രത അളക്കുന്ന മെഷീൻ കുന്തം കുറച്ചക്കറം എന്ന് പറഞ്ഞു പോകും. തീവ്രത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ തീവ്രതയെ നമ്മൾ ഗ്രാവിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ ഈ പറയുന്ന തീവ്രതയും അതിൻ്റെ സെക്ഷൽ ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ ആക്കി കൊടുത്ത് ആ വാക്കിനെ നശിപ്പിച്ചത് കേരളത്തിലെ കോൺഗ്രസ്സാണ് അല്ലേ? ഒരു വിഷയത്തിനകത്ത് തീവ്രതയുണ്ടോ അല്ലെങ്കിൽ ഗ്രാവിറ്റി ഉണ്ടോ എന്നുള്ളത് കോടതി നോക്കുന്ന വിഷയമാണ്. ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണിനെ തോണ്ടി, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, അതുപോലെയാണോ ഞാൻ കയറി പിടിച്ചു എന്ന് പറയുന്നത്? ഈസ് ഇറ്റ് സെയിം ഒഫൻസ്? ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് ഇസ് ഡിഫറെൻറ്റ് എന്ന് പറയുന്ന പോലെയാണോ ഇവിടെ നടക്കുന്നത്? ഇവിടെ നോക്കൂ, പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി പറയുന്നത് അവർ ഫോഴ്സ്ഫുള്ളി അബോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് നമ്മുടെ കൺമുന്നിൽ എക്സ്പ്ലിസിറ്റ് എവിഡൻസ് ആണ്. ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പം ഒന്നൊന്നും അല്ല വിഷയം. ദർ ആർ നമ്പർ ഓഫ് കേസസ് വിച്ച് ഈസ് യെറ്റ് ടു ബി റിവീൽഡ്. ഇതാണ് സത്യം. അങ്ങനെ നിൽക്കുന്നിടത്ത് അത് കോൺഗ്രസിന് അറിയാവുന്നതാണ്. കോൺഗ്രസിന്, പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന പലർക്കും അറിയാം. ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആൾക്കാരിലേക്കും വീട്ടിലേക്കും മെസ്സേജുകൾ ചെന്നിട്ടുണ്ട്. നോക്കുക, ആദ്യം ഉമാ തോമസ് എന്താ പറഞ്ഞേ? ഉമാ തോമസ് പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് ഈ മനുഷ്യനെ പുറത്താക്കണമെന്നാണോ പറഞ്ഞത്? ആണോ അല്ലയോ? ഉമാ തോമസ് MLA ആണോ? അവരൊരു വലിയ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണോ? അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയാനുള്ള കാര്യം എന്താ? അവർ പറഞ്ഞ കാര്യം കോൺഗ്രസ് ചെയ്തോ? അതെന്നാ ചെയ്യാത്തേ? ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സൈബർ യുദ്ധമാണ്. നമ്മൾ ഈ വഴിയിലിറങ്ങി ആൾക്കാർ കുനിച്ചീർത്തി ഇടിക്കുക എന്ന് പറയത്തില്ലേ? എന്ന് പറയുന്ന പോലത്തെ ഇടിയാണ് സതീശൻ ഈ പറയുന്ന സൈബർ ലോകത്ത് വാങ്ങിക്കുന്നത്, സൈബർ ലോകത്ത് മേടിക്കുന്ന അതാ. ഇതാണ് സത്യം. അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യം പറഞ്ഞ ഏതേലും ഒരു സ്ത്രീ ഇപ്പൊ പ്രതികരിക്കുന്നുണ്ടോ നോക്ക് നിങ്ങൾ. അപ്പോൾ ലാലു വലിയ വിഷയങ്ങളുണ്ട് ശരത്തേട്ടാ. സൈബർ അറ്റാക്ക് കൂടി നടത്തി പ്രതിപക്ഷ നേതാവിനെ വരുതിയിൽ നിർത്താൻ ഷാഫി രാഹുൽ സംഘത്തിന് കഴിഞ്ഞു എന്നാണോ? അതിനകത്തൊരു ഞാനത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിലേക്ക് ഞാൻ വരാം. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ സ്ത്രീ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചോ? 100-ലധികം വുമൺ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് യൂത്ത് കോൺഗ്രസിൽ. നിങ്ങൾ ആ ചർച്ചയ്ക്കകത്ത് സ്ഥാനം വന്നിട്ടേ ഇല്ല. 100-ലധികം സ്ത്രീകളുണ്ട് യൂത്ത് കോൺഗ്രസിൽ. ഒരൊറ്റ ഒരാൾ സംസാരിച്ചോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്? കേരളത്തിലെ സ്ത്രീകൾ ഷാനിമോൾ ഉസ്മാൻ സംസാരിച്ചു, KC വേണുഗോപാലിൻ്റെ ഭാര്യ സംസാരിച്ചു, ഉമാ തോമസ് സംസാരിച്ചു അല്ലേ?
ഷാനിമോൾ ഉസ്മാന്റെ ഒക്കെ രാഷ്ട്രീയ പാരമ്പര്യം നമ്മൾ എതിർക്കുന്നവരാണ്. അവർക്ക് തന്നെ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്തതാണോ? ബിന്ദു കൃഷ്ണ സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചു. ഇപ്പം അവർ മിണ്ടില്ല, ആ പരുവത്തിലായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ക്ലിയർ ആയിട്ട് ഇതിനകത്തൊരു നറേറ്റീവ് ഉണ്ട്, ഇവർ തമ്മിലുള്ളൊരു ഗെയിം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞാൽ ഒരു സൈഡ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണേ. കാര്യം സൈഡ് പിടിക്കാൻ പറ്റാത്ത ഒരു സൈഡിൽ കൂടെ കുറേ ആൾക്കാർ, ഒരു സൈഡിൽ കൂടെ രാഹുൽ ഈശ്വർ, ഇങ്ങനെയുള്ള ഒരു മിക്സ് ഓഫ് തിങ്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ആൾക്കാർ പ്രതികരിക്കുന്നത് വി ഡി സതീശനും അപ്പുറത്താണെന്നുള്ള രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം ഇപ്പുറത്താണോ അപ്പുറത്താണോ എന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം ഞാനും പറഞ്ഞത് എന്താ, ഇഫ് എസ് ഓ ഇഫ് നോ എന്നുള്ള രീതിയിലല്ലേ ഞാനും പ്രതികരിച്ചത്. അങ്ങനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന കണ്ണിൽ പൊടിയിട്ടൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് ശക്തമായി കേരളത്തിൻ്റെ സ്ത്രീ സമൂഹം ഇന്നത്തെ ഒരു വാർത്തയ്ക്കകത്ത് ഒരു IAS ഓഫീസർക്ക് ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? ഒരു IAS ഓഫീസർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ധൈര്യമോ? അപ്പോൾ അത്രയും ലെവലിലാണ് ഈ കാര്യം നടന്നിട്ടുള്ളത്. അതിനെ ഞങ്ങൾ അങ്ങോട്ട് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോക്കറ്റ് വെക്കുക മാത്രമേ. അതൊന്നും ബൈ ചെയ്യാൻ ഇവിടെ ആരും തയ്യാറല്ല. കാര്യം കോൺഗ്രസിനകത്ത് റജി ലാൽകുമാർ, ഞാൻ വരാം. യെസ് റജി, ഞാൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ താങ്കളുടെ കൂടി ഒരു അവസരം. റജി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നടപടിയെടുത്ത ആ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ആർജവത്തോടുകൂടി എൻ്റെ ബോധ്യം എന്നൊക്കെ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടു. അങ്ങനെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെയാണ് പിന്നീട് സൈബർ ലോകത്തിട്ട് കടന്നാക്രമിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നോട്ട് കൊണ്ടു. അതിൻ്റെ മറ്റ് എക്സ്റ്റൻഷൻസ് ഒക്കെ ഇവിടെ ലാൽ സൂചിപ്പിച്ചു. ഞാൻ അതിലേക്കല്ല വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അച്ചടക്ക നടപടി, സസ്പെൻഷൻ മാത്രമേ ആയിട്ടുള്ളൂ, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അങ്ങനെയുള്ള രാഹുൽ നിയമസഭയിൽ വരുമോ എന്ന വലിയ ചോദ്യം ഉയർന്നപ്പോൾ പ്രതിപക്ഷ നേതാവ്, സഭയ്ക്കകത്ത് UDF നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് അതിൽ ഒരു ഒളിച്ചുകളി നടത്തിയത്, കൃത്യമായൊരു നിലപാട് പറയാതിരുന്നത്? ഇന്ന് രാവിലെ പോലും അത് പറയാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രാഹുലിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പൊളിറ്റിക്കലി, രാഹുൽ കൃത്യമായി കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നു, അച്ചടക്ക നടപടി, സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെ പെരുമാറണം, പ്രവർത്തിക്കണം എന്നെനിക്കറിയാം, കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു നേതാവിനെയും ധിക്കരിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് റജി? ഈ നേതാക്കളൊക്കെ ഞാൻ വരുന്നതിനെ താല്പര്യമില്ലാത്തവരല്ല, അല്ലെങ്കിൽ എതിർത്തിട്ടില്ല, വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇതല്ലേ എൻ്റെ സത്യം? അതങ്ങ് പറയാൻ എന്താണ് മടി? നോക്കൂ, ഈ കോൺഗ്രസ് ഐക്യകണ്ഠേന എടുത്ത ഒരു തീരുമാനം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ഭിന്നാഭിപ്രായവും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയായിരിക്കെ വീണ്ടും കോൺഗ്രസിനെ നിങ്ങൾ എതിർപ്പാളയത്തിൽ നിർത്തുന്നത് ബോധപൂർവമായ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബഹുമാന്യനായ ലാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. സഭയ്ക്കകത്ത് വന്ന രാഹുൽ മാങ്കൂട്ടം അവിടെ പ്രതിപക്ഷ നേതാവിന്റെ ക്ലാരിറ്റി ഇല്ല, ഒളിച്ചുകളി നടത്തുന്നു, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതിനനുബന്ധമായ ചില വിവരങ്ങൾ സപ്ലിമെന്റ് ചെയ്തു എന്ന് മാത്രം. അതിൽ റജിക്ക് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങേയറ്റം ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഭയിൽ വരുന്നതിന് എതിർപ്പില്ലെന്നാണ് ഉള്ളത്. ഒരു നിമിഷം, റജി അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. റജി ഇത്രയും പറഞ്ഞല്ലോ, താങ്കൾക്ക് മനസ്സിലായത് എന്താണ്? താങ്കൾക്ക് മനസ്സിലായത് രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ വന്നാൽ ആയിക്കോട്ടെ, തങ്ങൾക്ക് എതിർപ്പില്ല, വരട്ടെ എന്നാണോ? അതാണോ പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത്? അദ്ദേഹം MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അതല്ല ഞാൻ പറയുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അവകാശങ്ങളിൽ താങ്കൾ പറഞ്ഞു. എന്റെ ചോദ്യം എന്തായിരുന്നു? പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ എന്തിനു ഒളിച്ചുകളി നടത്തുന്നു? താങ്കൾ പറഞ്ഞു ഒളിച്ചുകളി നടത്തിയിട്ടില്ല. അപ്പോൾ എന്റെ ചോദ്യം എന്താണ്? പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിൽ രാഹുൽ സഭയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട്, ഒന്ന് കേൾക്കൂ, രാഹുൽ സഭയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് റജിക്ക് മനസ്സിലായത് എന്താണ്? രാഹുലിന്റെ കാര്യത്തിൽ രാഹുലിന്റെ അംഗത്വത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് ഒരു നിലപാടും അക്കാര്യത്തിലില്ല. എന്ത് ഫർദർ ക്ലാരിഫിക്കേഷൻ ആണ് കേരളീയ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്? KPCC പ്രസിഡന്റ് പറഞ്ഞപ്പോൾ എന്താണ്? അയാൾക്ക് വേണമെങ്കിൽ വരാം. ഒരു നിലപാടല്ലേ അക്കാര്യത്തിൽ? എന്താണ് റജി? അയാൾക്ക് വേണമെങ്കിൽ വരാമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അതൊരു നിലപാടല്ലേ? അല്ലേ? അങ്ങനെ പോലും പറയാതെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഒരു ഒളിച്ചുകളി നടത്തി? അവകാശങ്ങൾക്ക് നോക്കൂ,
MLA എന്നുള്ള അവകാശത്തിൽ പാർട്ടി ഞാൻ അതൊന്നുമല്ല റെജി, അതൊക്കെ MLA യുടെ അവകാശമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് സഭയിലല്ലേ. ആ ഒരു സാഹചര്യത്തിൽ റെജി, എന്ത് ചോദ്യവും തരത്തിലുള്ള വിഷയം ക്ലിയർ അല്ലേ? നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, KPC പ്രസിഡന്റ് പറഞ്ഞത് അയാൾക്ക് വരണമെങ്കിൽ, ഇത് ഷാഫി എന്ന് പറഞ്ഞതാണ്, അതേ സ്റ്റേറ്റ്മെന്റ് ആണ്, അയാൾക്ക് വരണമെങ്കിൽ വരാം എന്ന് KPC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞല്ലോ എന്ന് ഷാഫി എന്ന് പറഞ്ഞു. അതൊരു നിലപാടല്ലേ? നമുക്ക് പാർട്ടിക്ക് ഒരു നിലപാടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ പറയാം. താങ്കൾക്ക് മനസ്സിലായതാണ് എൻ്റെ ചോദ്യം. താങ്കൾ എന്തിനാണ് ഇങ്ങനെ നിലപാട് മാത്രമേ പരതുന്നത്? ഉള്ളൂ കോൺഗ്രസിനുള്ളത്. ലാൽ എന്താണ് ഇടപെടാൻ വന്നത്? അദ്ദേഹം അതിന്റെ ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന് കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലല്ലോ. കോൺഗ്രസിന് ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ. ഒരേ ഒരു നിലാട്, ഐക്യകണ്ഠേന സ്വീകരിച്ച ഒരു നിലപാട്. സർ, അതല്ല സഭയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് സമൂഹത്തിനോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലാൽ, പഴയ കാര്യങ്ങളല്ല ഞാൻ ഒരു സംസാരിക്കുന്നത്, ഇന്നത്തെ കാര്യം. എന്നുള്ള നിലയിൽ, ഒരു MLA എന്നുള്ള നിലയിൽ അയാൾക്ക് ലാല് വേഗം പറയൂ, ഇടവേളയിലേക്ക് പോകണം, വേഗം. അയാൾക്ക് ഞാൻ ഒറ്റ വരിയിൽ അവസാനിപ്പിക്കും. അയാൾക്ക് വേണമെങ്കിൽ വരാം, കാര്യം അയാൾ MLA ആണ് എന്ന് കേരളത്തോട് പറഞ്ഞത് ആരാ? KPCC പ്രസിഡന്റാണ്. VD സതീശൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഹേ, ഇത്രയും ദിവസത്തെ വാർത്താ സമ്മേളനങ്ങളിൽ VD സതീശൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ഉന്നയിച്ച അതായത് ഞാൻ ഉന്നയിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ്, സഭയിലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന KPC പ്രസിഡന്റ് അല്ല, അത് പ്രതിപക്ഷ നേതാവാണ്. KPC പ്രസിഡന്റ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയാതിരിക്കുകയും ഇന്ന് രാവിലെ അടക്കം ചോദിച്ചപ്പോഴും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. രാഹുൽ മാങ്കൂട്ടം പറയുന്നു ഒരു നേതാവിനെയും ധിക്കരിച്ചിട്ടില്ല. അതിനർത്ഥം KPC പ്രസിഡന്റ് പറഞ്ഞ പോലെയും പുറത്തു പറയാതിരുന്ന VD സതീശൻ്റെയും മനസ്സിലെ താല്പര്യം പോലെ വരട്ടെ, കുഴപ്പമില്ല, ഇതല്ലേ സംഭവം. അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ VD സതീശൻ എതിർത്തു, അതിനെ ധിക്കരിച്ച് രാഹുൽ മാങ്കൂട്ടം വന്നു എന്നൊരു വാർത്ത ചമച്ചാൽ അതും അവാസ്തവമല്ലേ? ഇത്രേ ചോദിച്ചുള്ളൂ. നമുക്ക് വളരെ വേഗത്തിൽ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റെജി, വളരെ ചുരുക്കത്തിൽ, അതായത് ഇന്നിപ്പോൾ നേതാക്കളുടെ അനുമതിയോടുകൂടി സഭയിൽ രാഹുലിനെത്താനായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുണ്ടായിരുന്ന ആ ഒരു മനോവിഷമത്തിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന് രാഹുലിനെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഇതിൻ്റെ തുടർച്ചയിൽ പാലക്കാട്ടേക്കും MLA അയക്കാം അല്ലെങ്കിൽ പോകാം എന്നൊരു തരത്തിലേക്കുള്ളൊരു സാഹചര്യം രൂപപ്പെടുത്താൻ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പൊതുവിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കൂ, ഇവിടെ ഒരൊറ്റ കാര്യം കൂടി, ഒരു കാര്യം പറയാൻ എന്നെ അനുവദിക്കണം. അതായത് ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടും CPM സ്വീകരിച്ച നിലപാടും തമ്മിലുള്ള വൈരുദ്ധ്യം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തുകൊള്ളട്ടെ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് മത്സരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം M മുകേഷ് അദ്ദേഹം മലയാള മനോരമ നേരത്തെ തന്നെ പരാതി കിട്ടിയിരുന്നു, അദ്ദേഹത്തിനെതിരെ ആരോപണം പരാതി കിട്ടിയിരുന്നു, അദ്ദേഹം താക്കീത് ചെയ്തിരുന്നു എന്നാണ് മലയാള മനോരമ തന്നെ എഴുതിയത്. നോക്കൂ, ആ ആരോപണം ഇലക്ഷന് മുമ്പ് ആരോപണം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ആ വിവരം പറഞ്ഞത് ഇന്ന് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കഥാനായകനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിന് ഈ ഇലക്ഷന് മുമ്പ് തന്നെ പരാതി കിട്ടിയിരുന്നു, എഴുതിയത് മലയാള മനോരമ. അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ താക്കീത് ചെയ്തു എന്നും എഴുതുകയുണ്ടായി. മനസ്സിലായില്ലേ? അപ്പൊ എന്തു പറയും? നോക്കൂ, എന്ത് പറയും? ഇത്തരത്തിലൊരു ആരോപണം വന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാട് തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പാണെന്നേ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മലയാള മനോരമ തന്നെയാണ് അതിന്റെ സാക്ഷ്യപത്രം. FIR രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായി കിട്ടുമല്ലോ. മനോരമ തന്നെ അത് എഴുതിയെന്നേ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനും മുമ്പ് പരാതി വന്നിരുന്നു, പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞിരുന്നു, പ്രതിപക്ഷ നേതാവ് താക്കീത് ചെയ്തു എന്ന് ഒരു ഘട്ടത്തിൽ മലയാള മനോരമയിൽ തന്നെ ഒരു വാർത്ത വന്നു, വളരെ ആധികാരികമായി. ബാക്കി ആ വാർത്ത മുഴുവൻ പ്രതിപക്ഷ നേതാവിനെ വളരെ പോസിറ്റീവാക്കും വിധത്തിൽ ജ്വലിപ്പിച്ചെടുത്തതാണ്. അതിനകത്ത് അബദ്ധത്തിൽ വന്നുകൂടിയാണോ എന്നറിയില്ല, ഇങ്ങനെയും ഉണ്ടായിരുന്നു. വേഗം യെസ്. CPM-ന്റെ MLA-ക്കെതിരെ ശക്തമായ പറഞ്ഞിട്ടുള്ളത് CPM-ന്റെ തന്നെ ഇപ്പോ ശ്രീമതി വീണ ജോർജിനോടാണ് കാര്യം മറക്കരുത്. സുമേഷ്, പ്രതിപക്ഷം കരുതുന്നത് എന്താണെന്നറിയാമോ? ഇന്നിപ്പോൾ ചർച്ചയൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോയി കിട്ടി, എന്നാൽ ഒരു എൻട്രി ഉറപ്പാക്കുകയും ചെയ്തു. നാളെ ചോദ്യോത്തരവേള, സർക്കാരിനെതിരെ ഒരു പൊസിഷൻ സ്വീകരിച്ച് പ്രതിപക്ഷത്തിന് കിട്ടുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, കയ്യും വിട്ട് കളിക്കാം. അത് കഴിഞ്ഞാൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ സ്പേസാണ് അടിയന്തര പ്രമേയം. ഇത് രണ്ടും വരുന്നതോടുകൂടി സഭ തങ്ങൾക്ക് പറ്റും വിധത്തിലേക്ക് തിരിച്ചു പിടിക്കാം. ഇതൊക്കെ അങ്ങ് മെല്ലെ അടങ്ങും. ഭരണകക്ഷി MLA എന്ന നിലയിൽ സ്വാഭാവികമായി ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് പ്രതിപക്ഷം സ്വീകരിക്കാനിടയുണ്ട്. സുമേഷ് എന്തു പറയും? അതിലൊന്നും അവർക്ക് വിജയിക്കാൻ പറ്റില്ല. വെച്ചാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം വലിയ എതിർപ്പാണ് കോൺഗ്രസിൻ്റെ ഈ നിലപാടിന്. ബഹുമാനായ റെജി പറയുന്നതല്ല, അവിടെ എൽദോസ് കുന്നപ്പള്ളിയും വിൻസെൻറ്റും ഇരിക്കുന്നുണ്ട്. റെജിക്ക് അറിയില്ല ആ രണ്ട് MLA-മാരെ? എന്താ ഉയർന്ന ആക്ഷേപം? എന്താ
അതുപോലെയാണോ രാഹുലിൻ്റെ വിഷയത്തിൽ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ തന്നെ ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും രാഹുലിൻ്റെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും എന്താ? ഞാനിതൊന്നും നേരത്തെ പറയാതിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ വിഷയം ഇതൊന്നുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ഇതൊരാൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളങ്ങനെയൊക്കെ ഒരു ചർച്ചയിൽ പറയുന്നത് ശരിയാണെന്ന് കേൾക്കുന്ന വാർത്തകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. കോൺഗ്രസിനെ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുപോലൊരാളെ സംരക്ഷിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് എത്ര കാലം പറ്റുന്ന? ഇന്ന് രക്ഷപ്പെട്ടു എന്നല്ലാതെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻ വികാരം സഭയിൽ അലയടിച്ചു വരും. ശക്തമായ പൊതുവികാരം കേരളത്തിലുണ്ട്. ആ വികാരം അവിടെ അലയടിച്ചു വരും. കോൺഗ്രസ്സിന് ഒരു കാരണവശാലും ശ്രീ രാഹുലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല. ശരി ലാൽകുമാർ, വളരെ വളരെ ചുരുക്കത്തിൽ, ഒന്നാം ദിവസം കഴിഞ്ഞു, രണ്ടാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച്, UDF സംബന്ധിച്ച് രണ്ടാം ദിവസം നാളെ രാവിലെ നിയമസഭ. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ചാനൽ ചർച്ചയിലെ സമയം പോലെ അല്ലല്ലോ അവിടെ കിട്ടുന്നതെന്ന് പണ്ട് രാജീവ് പറഞ്ഞിട്ടുണ്ട്, മന്ത്രി. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്ന് എങ്ങനെയാണ് ചീറ്റിപ്പോയതെന്ന് നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഇവരുടെ ഡിഫൻസ് ദുർബലമാണ്. ഇവരുടെ കയ്യിലൊന്നുമില്ല. ഇതാണ് കാര്യം, ഇതാണ് സത്യം. ജനങ്ങൾ ഇവരെ വിശ്വസിക്കുന്നില്ല. ആ ജനങ്ങളുടെ അവിശ്വാസം എന്ന് പറയുന്നത് സഭയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ശരി, നാളെ ബാക്കിയെല്ലാം നമുക്ക് നാളെ സഭയിൽ കാണാം. എന്തൊക്കെ തരത്തിലുള്ള പ്രതിപക്ഷ തന്ത്രങ്ങളാവും ഇന്നത്തേതിൻ്റെ തുടർച്ചയായി നാളെ സഭയിൽ പയറ്റുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷ നിര എങ്ങനെയാണ് രാഹുലിനെയും കൊണ്ട്, പറയുമ്പോൾ പ്രത്യേക ബ്ലോക്കാണ് എന്നൊക്കെ പറയാം, പക്ഷേ പ്രവൃത്തിയിൽ ഒറ്റ ബ്ലോക്ക് എന്ന കൃത്യമായ ബോധ്യം ഇന്നത്തെ ആദ്യ ദിവസം തന്നെ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ നേതാക്കളെ ധികരിച്ചിട്ടില്ല, കോൺഗ്രസ്സുകാരനായി തന്നെ എന്ന് പറഞ്ഞതും രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തെയും കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രണ്ടാം ദിവസം മുതൽ അങ്ങോട്ട് സഭയിൽ എങ്ങനെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്, ഭരണപക്ഷം, സർക്കാർ എങ്ങനെ ഈ നിലയിൽ പ്രതിപക്ഷത്തെ ഏതൊക്കെ നിലയിലായിരിക്കും കൈകാര്യം ചെയ്യുക, നേരിടുക, രാഷ്ട്രീയമായും സഭയ്ക്കകത്തും വളരെ ഗൗരവമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ കാലം, ദിവസം തന്നെയാണ് നാളെ അടക്കം വരാൻ പോകുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.